എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഫ്രഷായതിനു ശേഷം മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ നാം തെളിയിക്കുന്ന പ്രകാശത്തിൻ്റെ ഊർജം ആ ദിവസത്തിലുടനീളം നമുക്ക് ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരു ചായയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ബുക്കുമായിട്ട് പുറത്ത് വന്നിരുന്നു. ബുക്കിൻ്റെ കുറച്ച് പേജുകളൊക്കെ വായിച്ചു. ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ബുക്സിനോടൊരു പ്രത്യേക താല്പര്യമൊക്കെ തോന്നിയാൽ അത് വാങ്ങി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോയി അവിടുത്തെ ചെടികളൊക്കെ നോക്കുമായിരുന്നു. ഇത് ക്യാരറ്റിൻ്റെ ചെടിയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയല്ല ക്യാരറ്റ്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചുണ്ടങ്ങയുടെ ചെടിയാണിത്. ഇത് നമ്മൾ നട്ട് വളർത്തിയതാണ്. അതും ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ അത് തിന്നാൻ പച്ചക്കുതിരയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ രാവിലെ തന്നെ അടുക്കളത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ നമ്മുടെ തമ്പൂട്ടനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആളും നമ്മുടെ കൂടെ അടുക്കളത്തോട്ടത്തിലൊക്കെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കാണുകയാണ്. രാവിലെ തന്നെ ചെടികളൊക്കെ പരിപാലിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഉറക്കമെണീറ്റ് നമ്മുടെ ചെടികളുടെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ മുറുക്കുവാനായിട്ട് കുറച്ച് തുളസിയിലയൊക്കെ ഇവിടുന്ന് എടുത്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു പൂവാങ്കുറുന്നലും കയ്യോന്നിയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പൂവാങ്കുറുന്നലൊക്കെ ഉണ്ട്. കയ്യോന്നിയൊക്കെ വാടിപ്പോയി. അപ്പം ഇനിയും പുതിയ മഴയൊക്കെ പെയ്യുമ്പോൾ അതൊക്കെ പൊട്ടിക്കിളുത്ത് വരും. അപ്പോൾ അതാ കയ്യെണ്ണ അഥവാ കയ്യോന്നി എന്നൊക്കെ പറയുന്ന ചെടി ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പനിക്കൂർക്കയും കൂടെ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണ കാച്ചുന്നതിനാവശ്യമായിട്ടുള്ള ചെടികളുടെ ഇലകളും പൂക്കളുമൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്ന് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി കാണുന്ന ചില ചെടികളൊക്കെ കിട്ടാൻ പ്രയാസമാണെങ്കിൽ കൂടിയും നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗപ്പെടുത്തുവാൻ പറ്റും. അതായത് ബ്രഹ്മിയാണ്. ബ്രഹ്മി നമ്മൾ വാങ്ങിച്ച് നട്ടു വളർത്തിയതാണ്. ബ്രഹ്മി നേരത്തെയൊക്കെ പാടശേഖരങ്ങളുടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം ബ്രഹ്മി അത്ര സുലഭമായി കാണാറില്ല. എണ്ണ കാച്ചാനായിട്ട് നമ്മൾ കുറച്ച് ബ്രഹ്മിയും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മഷിത്തണ്ടിൻ്റെ ചെടിയാണ്. ഇത് നമ്മൾ വെറ്റത്തക്കാളി എന്നും നമ്മുടെ നാട്ടിൽ പറയും. കുട്ടിക്കാലത്തൊക്കെ മഷിത്തണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. അങ്ങനെ എണ്ണ കാച്ചുവാനുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നമ്മൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു കുളം സെറ്റാക്കിയിട്ട് വളർത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫുഡ് തീർന്നു പോയിട്ടുണ്ട്. ഞാനെപ്പോഴും ഈ കുപ്പികളിൽ ഫില്ല് ചെയ്ത് വെക്കും. നമ്മൾ വാങ്ങുന്ന ഫിഷ് ഫുഡിൻ്റെ പാക്കറ്റ് ഫുള്ള് പൊട്ടിച്ചിട്ട് അത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് നിറച്ച് വെക്കുമ്പം അത് ചില സമയത്ത് ഫുഡ് ഈർപ്പം തട്ടി ചീത്തയായി പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കുമ്പോൾ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ കുളത്തിൽ മീനുകൾ അധികമായപ്പോൾ ഞാനത് ചെറിയൊരു ബക്കറ്റിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വന്ന് എന്നത്തെയും പോലെ യോഗ ചെയ്തു. കഴിവതും മുടക്കമില്ലാതെ യോഗ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. യോഗയും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൊതുവേ നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പ് തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയി വീടൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ മുറ്റമടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മുറ്റമടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ വഴിയിലൊക്കെ മഴ പെയ്തതിന് ശേഷം പുതിയ മുക്കൂറ്റി ചെടികളൊക്കെ കിളുത്ത് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ അടുത്തുള്ള ചെറിയ പുൽച്ചെടികളൊക്കെ ഞാനത് എടുത്ത് കളഞ്ഞു. മുക്കൂറ്റി അവിടെ നിർത്തി. പിന്നീട് നമുക്കിതൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. അങ്ങനെ മുറ്റത്ത് നിന്ന് നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പഴുത്ത മാങ്ങയാണിത്. അപ്പോൾ അത്
വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എണ്ണ കാച്ചുമായിരുന്നു. നമ്മുടെ നാട്ടിൽ എണ്ണ കാച്ചുന്നതിനെ എണ്ണ മുറുക്കുക എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ എണ്ണ മുറുക്കുക എന്നാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ നമുക്കിന്ന് കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും മാമ്പഴ പുളിശ്ശേരിയും അടമാങ്ങ അച്ചാറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ കുറച്ച് ജോലികളും കൂടെയൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്ത് വരെ പോകാനായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്ഥിരം ചായ കുടിക്കാറുള്ള കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ഇനി ഇവിടുത്തെ ചായ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പം ഇവിടുത്തെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നു ചായയൊക്കെ കുടിച്ചു. വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരനുഭവമാണ്. അതാ നമ്മുടെ കുട്ടനാട്ടിൽ നിറയെ പാടശേഖരങ്ങളാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാടത്തൊക്കെ കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. അങ്ങനെ നമ്മൾ പാടശേഖരത്തിൻ്റെ അരികിലൂടെയൊക്കെ നടന്നപ്പോഴാണ് നമ്മൾ രാവിലെ എണ്ണ മുറുക്കാനായിട്ട് കൈയെണ്ണ തപ്പിയപ്പോൾ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ നിറയെ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. വൈകുന്നേരങ്ങളിൽ വെയിൽ താറിയതിന് ശേഷം പാടശേഖരങ്ങളുടെ അരികിലൂടെയൊക്കെ നടക്കുന്നത് വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നടന്നു. അപ്പോഴാണ് കിഴക്ക് നല്ല മഴക്കാർ വെച്ച് വരുന്ന കണ്ടു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കണമായിരുന്നു. അപ്പം നമ്മൾ കടയിൽ കയറി സാധനങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി. കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച വരെയൊക്കെ നമ്മുടെ മല്ലിയില കേടാകാതിരിക്കാനായിട്ട് ആദ്യം നമ്മൾ മല്ലിയിലയുടെ ചീത്തയായിട്ടുള്ള ഇലകളൊക്കെ മാറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വേരും ഇലകളും ഒക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കും. അതിനുശേഷം ഇതുപോലെ ചെറുതോ വലുതോ ആയിട്ടുള്ള കുപ്പികൾ എടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് മല്ലിച്ചെടിയുടെ വേര് ഈ കുപ്പിയിലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കും. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ആവശ്യാനുസരണം അതിൻ്റെ ഇലകൾ മാത്രം കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ മല്ലിയിലയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തമ്പൂട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ തമ്പൂട്ടൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. തമ്പൂട്ടൻ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ തമ്പൂട്ടനുമായിട്ട് സമയമൊക്കെ ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ വൈകിട്ടത്തേക്കുള്ള ഫുഡുണ്ടാക്കി. നമ്മൾ ഗോതമ്പ് പുട്ടും പിന്നെ നമ്മളുടെ കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ ആയിട്ടായിരുന്നു കഴിച്ചത്. അങ്ങനെ ഞായറാഴ്ച ദിവസം പോയത് അറിഞ്ഞില്ല. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.